ഡേ 64 മേക്കിംഗ് 1 crore വിത്ത് 1 lakh. ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 64ാമത്തെ ദിവസമാണ്. ഇന്ന് നമുക്ക് ആകെ എൻട്രി വന്നത് ഒരു എൻട്രി മാത്രമാണ് വന്നത്. ആ എൻട്രി ഏതൊക്കെയെന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. മൈ നെയിം ഈസ് മുബഷീർ. വെൽക്കം ടു മൂബോ മെട്രിക്സ്. സമയം ഒരു 12:13 ആയിക്കണം. നമുക്ക് ഫസ്റ്റ് എൻട്രി വന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് പോയി ഗ്രാബ് ചെയ്തിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു PO ഏരിയ മാർക്കറ്റ് വന്നപ്പോഴാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യാനുള്ള തീരുമാനിച്ചത്. നമ്മൾ എൻട്രി ഏതായാലും പ്ലേസ് ചെയ്തതാണ്. സോ നമുക്ക് ഏതായാലും നോക്കാം. ഏകദേശം ഒരു മാർക്കറ്റ് ഇന്ന് മോർണിംഗിൽ തന്നെ ഓപ്പൺ ആയിട്ട് ഒരു അപ്സൈഡ് റാലി നടന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിൽ നിന്ന് ഏകദേശം മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേഷനാണ്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു എൻട്രി സെറ്റപ്പ് വന്നപ്പോൾ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്ത്. സോ നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് എൻട്രി പ്ലേസ് ചെയ്യുക. നമ്മളെ റിസ്ക് ഏത് ലിമിറ്റഡ് ആക്കി വെക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ളത്. അല്ലാതെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനൊന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു സെറ്റപ്പ്, നമ്മളൊരു മാർക്കറ്റിൽ നമ്മളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു റിസ്ക് റിവാർഡ് നമ്മൾ ഒരു മേക്ക് ചെയ്തെടുത്തിട്ട് ആ ഒരു റിസ്ക് നമ്മൾ എല്ലാ ട്രേഡ് എടുക്കുമ്പോഴും നമ്മൾ ആ ഒരു റിസ്ക് വെച്ചിട്ട് മാത്രം എൻട്രി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ട്രേഡിങ്ങിൻ്റെ ഫിയർ കുറഞ്ഞിട്ടും നമ്മളിപ്പോൾ ഒരു എൻട്രി എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഫിയർ എന്ന് വെച്ചാൽ എൻട്രി എടുക്കുമ്പോൾ SL ആവോ ടാർഗറ്റ് ആവോ അതോ നമ്മൾ റിവേഴ്സൽ വരുമോ എന്നൊക്കെ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ആ ഒരു ഫിയർ കുറഞ്ഞ് കിട്ടാൻ നമ്മളെ റിസ്ക് എപ്പോഴും ലിമിറ്റഡ് ആക്കി വെച്ചാൽ കഴിയും. കാരണം നമുക്ക് എപ്പോഴും അറിയാം നമ്മളിപ്പോൾ ഇനി ഒരു ട്രേഡ് നമ്മുടെ റോങ് ആയാലും അത് എത്രയാണ് SL വരിക എന്നുള്ളത് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ ട്രേഡ് എടുത്തത് 2 ലോട്ട് വെച്ചിട്ടാണ് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ 2 ലോട്ടിൽ അതിൽ ഏകദേശം 20 പോയിൻ്റാണ് ഞാൻ SL വെച്ചിട്ട്. എനിക്കാകെ ഇപ്പോൾ ഈ ഒരു 2 ട്രേഡിൽ വരാനുള്ളത് 1200 രൂപ SL ആണ് ഈ ഒരു ട്രേഡിൽ നമുക്ക് വരാനുള്ളത്. 1200 രൂപ SL എന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രേഡിൻ്റെ 1% ആണ്. അപ്പോൾ എനിക്കറിയാം ഏറിയ ഇനിയിപ്പോൾ ഇതിൻ്റെ അഗെയിൻസ്റ്റ് പോയാൽ 1200 രൂപ മാക്സിമം പോവുള്ളൂ എന്നുള്ളത് അറിയാം. അപ്പോൾ അങ്ങനെ നമുക്കൊരു SL ലിമിറ്റായി വെക്കുമ്പോഴുള്ള മെയിൻ ഉപകാരമാണ് അത്. നമ്മൾ ആ ഒരു SL കൺഫേം ആയി. കാരണം ഇനി അതിൻ്റെ മേലെ നമുക്കൊരു ലോസ് വരില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾക്കൊന്നും കൂടി കോൺഫിഡൻസ് ആയിട്ട് ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് കഴിയും. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ SL ലിമിറ്റ് ചെയ്യുക, ടാർഗറ്റ് റൺ ചെയ്യാനും വിടുക. SL ലിമിറ്റ് ചെയ്യണതിൻ്റെ അതേമാതിരിക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടാർഗറ്റ് റൺ ചെയ്യൽ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിൽ മാത്രമേ നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ മുന്നേ ഒരിക്കലും നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്ത് പിന്നെ അത്രയും നമ്മൾക്ക് കൺഫർമേഷനാണ് നമ്മൾ ആ ട്രേഡിൻ്റെ എഗെയിൻസ്റ്റ് മാർക്കറ്റ് വരും എന്നുള്ള കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എക്സിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ മാക്സിമം SLന് എത്രമാത്രം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അതേമാതിരിക്ക് ടാർഗറ്റിന് നമ്മൾ വെയിറ്റ് ചെയ്യാം. സോ ഈ ട്രേഡ് നമുക്ക് SL അടിച്ചിരിക്കണം. മാർക്കറ്റ് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ പ്രീമിയത്തിൽ SL അടിച്ചിരിക്കുക കാണില്ല. പക്ഷേ നമ്മൾ SL സ്വീപ്പ് ചെയ്തിരിക്കണം. എന്തെങ്കിലും മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ കാരണമായിരിക്കും. സോ കുഴപ്പമില്ല. നമുക്ക് ഏകദേശം ഒന്നും ആകെ ഈ ഒരു ട്രേഡ് മാത്രമാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ ട്രേഡ് ഏകദേശം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അതിന് ശേഷം നമുക്ക് എൻട്രീസ് ഒന്നും വന്നിട്ടില്ല. ഏകദേശം 3 മണിയാകുമ്പോൾ ഒരു അപ്സൈഡ് ബാങ്ക് നിഫ്റ്റി എൻട്രി വന്നിരുന്നത്. പക്ഷേ അത് നമ്മൾ എൻട്രി പോയിന്റിൽ എത്തിയില്ല. അതുകൊണ്ട് നമ്മൾ ആ എൻട്രി എടുത്തില്ല. സോ ഏകദേശം നമ്മൾ ഇന്ന് ഈ ഒരു ട്രേഡിൽ നമ്മൾ എൻഡ് ചെയ്യണം. നമുക്കിന്ന് വന്ന ആ ഒരു ട്രേഡിൻ്റെ പേരിൽ നിങ്ങൾക്ക് കാണാം. ഏകദേശം ഒരു ട്രേഡ് എടുത്തത് 1329 രൂപയാണ് നമ്മൾ ഈ ട്രേഡിൽ ലോസ് ബുക്ക് ചെയ്തത്. കാരണം മാർക്കറ്റിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ചെയ്യുന്നു മാർക്കറ്റ്. ഇതിന് ശേഷം ഒരു 10-11 മണിൻ്റെ ശേഷം മാർക്കറ്റ് പിന്നെ മൂവ് ചെയ്തിട്ടില്ല. കാരണം ഭയങ്കര രീതിയിലുള്ള കൺസോൾട്ടേഷൻ ചെയ്യുന്നു. അതുകൊണ്ട് എൻട്രീസ് ഒന്നും അധികം നമ്മൾ സെറ്റപ്പ് പ്രകാരം വന്നിട്ടില്ല. ഏകദേശം ഉണ്ടോ നല്ല രീതിയിലൊരു 15 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ഇടുമ്പോൾ തന്നെ കാണാം. ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ കിടന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു എൻട്രി വന്നിട്ട് പിന്നെ നമുക്ക് വരാനുള്ളത് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു ഇവിടെ ഒരു എൻട്രി വരാനുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എൻട്രി പോയിന്റ് വന്നില്ല. ഈ ഒരു ഏരിയയിൽ ഒരു POI ഉണ്ടായിരുന്നു. ആ POIക്ക് വരാൻ മാർക്കറ്റ് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ അത് വരാതെ മാർക്കറ്റ് അപ്സൈഡ് പമ്പായി പോയി. പക്ഷേ നോ പ്രോബ്ലം. നമുക്ക് ഇന്നത്തെ ലോസൊക്കെ കൂടെ കാണാം. 1329. നാളെ മാർക്കറ്റ് ഉണ്ട്. നമുക്ക് ഏതായാലും നാളെ നോക്കാം. ഓൾറെഡി SL അപ്ഡേറ്റ് ചെയ്തിരുന്നു. നോക്കിയാൽ കാണാൻ പറ്റും. 64 2 ഏപ്രിൽ 1329 ഇന്ന് ലോസ്. ഇന്നത്തെ ചാർട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് 388.38. സോ ഇന്നത്തെ ലോസ് അടക്കം നമ്മൾ ഡേ 64 എൻഡ് ചെയ്യുമ്പോൾ 1320.98 രൂപ നെറ്റ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. സോ ഈ ചലഞ്ച് നിങ്ങൾക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.